കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. നമ്മളുടെ നാട്ടിൽ നവദമ്പതിമാർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അതിനുശേഷം 28 കെട്ടുക എന്നൊരു ചടങ്ങ് നടത്താറുണ്ട്. ശാസ്ത്രീയമായിട്ട് നാമകരണം അഥവാ പേരിടീൽ എന്നും വിളിക്കാറുണ്ട് ഈ ചടങ്ങിനെ. ഇതിൻ്റെ ഒരു സാമാന്യമായ രീതി പറയുന്നതായാൽ, പെൺകുട്ടിയാണെങ്കിൽ 24-ാം ദിവസം, 26-ാം ദിവസം, 28-ാം ദിവസം, 30-ാം ദിവസം, 32-ാം ദിവസം തുടങ്ങിയ ഇരട്ട അക്കങ്ങളിൽ അവസാനിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നാമകരണം നടത്താം. ആൺകുട്ടിയാണെങ്കിൽ 25-ാം ദിവസം, 27-ാം ദിവസം, 29-ാം ദിവസം, 31-ാം ദിവസം, 33-ാം ദിവസം ഇപ്രകാരം ഒറ്റ അക്കങ്ങളിൽ അവസാനിക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ നാമകരണം നടത്താവുന്നതാണ്. ആ എടുക്കുന്ന ദിവസം കുട്ടിയുടെ ജന്മനക്ഷത്രമായിരിക്കരുത്. അതോടൊപ്പം കറുത്തവാവ്, അഷ്ടമി, ചൊവ്വാഴ്ച, ശനിയാഴ്ച തുടങ്ങിയ ദിവസങ്ങളും ആവാതിരിക്കേണ്ടതാണ്. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഉചിതമായ മുഹൂർത്തം നിശ്ചയിച്ച് കിട്ടിയത് എപ്പോഴാണോ ആ സമയം കുട്ടിയുടെ മുത്തച്ഛന്മാർ ആരെങ്കിലും ഒരാൾ കുട്ടിയെ സ്വന്തം മടിയിലിരുത്തുക, കുട്ടിയെ കുളിപ്പിച്ച് ഒരു ചെറിയ പുതുവസ്ത്രം ഉടുപ്പിച്ച് ഈ മുത്തച്ഛൻ്റെ മടിയിൽ ഒരു, പണ്ട് താമ്പാളം എന്ന് പറയും, ഓടുകൊണ്ട് തീർക്കുന്നതായ ഒരു വലിയ വൃത്താകൃതിയിലുള്ള ട്രേ, അതിൽ അരി നിറച്ച് കുട്ടിയെ പിന്നീട് ആ അരിയിൽ ഇരുത്തേണ്ടതാണ്. അതിനുശേഷം ആൺകുട്ടിയാണെങ്കിൽ ഇടത് ചെവി ഒരു വെറ്റില കൊണ്ട് അടച്ചു പിടിച്ച് വലത്തെ ചെവിയിൽ 3 പ്രാവശ്യം ശ്രീ പരമേശ്വര എന്ന് വിളിച്ചതിന് ശേഷം നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്ന പേര് അതിൻ്റെ വലത്തെ ചെവിയിൽ 3 തവണ വിളിച്ച് ആ കുട്ടിയെ ഏറ്റെടുക്കേണ്ടതാണ്. പിന്നീട് ആ കുട്ടിയുടെ അരയിൽ പഞ്ചലോഹം വളയമായി കോർത്ത ഒരു കറുത്ത ചരട് കെട്ടുന്നു. അതാണ് 28 കെട്ടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാമകരണം അഥവാ പേരിടുന്ന ചടങ്ങിന് തന്നെയാണ് പ്രാധാന്യം. ഈ ചരടും കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സമ്മാന സമർപ്പണവും അതുപോലെയുള്ള മറ്റ് കുടുംബപരമായ ചടങ്ങുകളാകാവുന്നതാണ്. ഇങ്ങനെയാണ് സാമാന്യമായ രീതിയിൽ പേരിടീൽ ചടങ്ങ് നടത്തുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.